ഓ, നമ്മളെ സ്ഥലം ഒരാൾ കീഴടക്കിയല്ലോ. അല്ലേ അങ്ങാതി, രാവിലെ നല്ല അടിയാന്നല്ലോ. വാടാ, ഇവിടെ ശരിയാവില്ല, നമുക്ക് അപ്പുറത്ത് പോവാം. നീ വരുന്നില്ലേ? ഞാനിപ്പോൾ വരാടാ. നീ ആ വെള്ളിയും കാണിച്ച്. എന്താ, തനിച്ചാണോ? അതെ, തനിച്ച. എന്താ, കരയുവാണോ? അല്ലേ അങ്ങാതി, എന്തോ ഉണ്ടല്ലോ. പറഞ്ഞതുപോലെ താനും തനിച്ചാണല്ലോ വന്നത്. ആ, അവര് പോയി. എന്നാ നമുക്കൊരുമിച്ച് കമ്പനി കൂടിയാലോ? അത് വേണ്ട. എന്താ ബ്രോ സങ്കടം? നമ്മളോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ഇത് ഞാനൊന്ന് ആസ്വദിച്ച് കുടിക്കട്ടോ. നിങ്ങളെന്താ ചാകാനെങ്ങാനും പോവാണോ? ആ, നമ്മളെ വേണ്ടാത്തവരുടെ മുന്നിൽ നമ്മൾ ജീവിക്കാതിരിക്കുന്നത് നല്ലത്. പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നമില്ല ബ്രോ. ബ്രോ കാര്യം പറ. അത് വലിയൊരു കഥയാ. എല്ലാം മറക്കാൻ തീരുമാനിച്ചതാ ഞാൻ. ആ, സോണി എഴുന്നേറ്റോ? സോണി, ഇവിടെ ഇരിക്ക്. മോളെ, എന്നതാ പരിപാടി? ഞങ്ങളിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയാലെന്ന് ഓർക്കുക. അതെങ്ങനെയാ സോണി? കല്യാണം കഴിഞ്ഞ് 2 ദിവസം പെണ്ണിന്റെ വീട്ടിൽ നിൽക്കണം, അതല്ലേ നാട്ടു നടപ്പ്. ഇതാ ചായ. ഇച്ചായ, കല്യാണം അടിപൊളിയായിരുന്നു. നിങ്ങളെന്താ കരുതിയേ? പിന്നെ മോളിക്കുട്ടി ഒറ്റയ്ക്ക് നടത്തിയ കല്യാണം പിന്നെ പൊളിക്കാതിരിക്കുവോ? പിന്നെ ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടിയ ഹാപ്പിയല്ലേ? അതെ, സിനി ബാംഗ്ലൂരിലേക്ക് പോയോ? സിനി ഇന്നലെ തന്നെ ബാംഗ്ലൂർക്ക് പോയി. ഇനി സിനിയുടെ കല്യാണം ഇതിനേക്കാൾ ഭംഗിയാക്കണം. മമ്മി ആദ്യം അവളൊന്ന് പഠിച്ചു കഴിയട്ടെ, എന്നിട്ട് പോരെ കല്യാണം. ഇതിനൊക്കെ നീയാണ് വെള്ളം ഒഴിക്കുന്നത്? ഞാനാ. അതെ, ഗൾഫിൽ തന്നെ പിടിച്ചു നിൽക്കാനാണോ പരിപാടി? പിന്നല്ലാതെ. നിങ്ങൾ പോയാ ഞാൻ തനിച്ചാവില്ലേ? നീ ഒരു നേഴ്സല്ലടി, നിനക്ക് ജോലിക്ക് പോകണ്ടേ? ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിൽ വരുമ്പോ സോണിച്ചും വേണ്ടേ? എന്റെ മോളെ, നീ കണ്ടോ, അടുത്ത പ്രാവശ്യം വരുമ്പം നിന്നെ കൊണ്ടുപോകാനുള്ള വിസയൊക്കെ റെഡിയാക്കിയിട്ട് അച്ചായം വരുള്ളൂ. ആ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കൂല, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കൂ. എടി, നീ ഇവിടെ കുത്തിയിരിക്കാതെ സോണിക്ക് ജ്യൂസ് എടുത്തു കൊടുക്ക്. സിനി വന്നില്ലേ? ആ, അവൾ അടുത്ത ആഴ്ച വരും. ആ മോളെ, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ അടിപൊളിയാ. അച്ചായ, അവിടെ ഗൾഫിലെ ചൂടൊക്കെ എങ്ങനെയാ? ഓ, ഭയങ്കര ചൂടാ മോളെ. മോനെ, നമ്മുടെ സിനിമക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. മോൻ വന്നിട്ട് പറയാന്ന് വെച്ചു. ആ, എന്നിട്ട് നമ്മുടെ സ്ഥലം കൊടുക്കേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. എന്നാലും നമ്മുടെ സ്ഥലം കൊടുക്കണ്ടായിരുന്നു. സ്ഥലം കൊടുക്കാണ്ട് പിന്നെ കാശ് എവിടുന്ന് കിട്ടും? മോനെ, ആ സ്ഥലം പുറത്തു കൊടുക്കാണ്ട് മോനങ്ങ് എടുക്ക്. നല്ല സ്ഥലമല്ലേ? ഞാനോ? അതേന്നേ, കാശ് കൊടുത്ത സ്ഥലം ഇങ്ങെടുക്ക്. നീ ഒന്ന് നോക്കിക്കേ, നല്ല സ്ഥലമാ. ഓക്കെ, സ്ഥലം ഞാൻ എടുക്കാം. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വരവിന് എഴുതി തരാം. എന്നാ ശരി, അടുത്ത വരെ എഴുതിയാൽ മതി അല്ലേ?
ആ വിജി, നാളെ ഞാൻ പോകും. 10 ലക്ഷം രൂപ അഡ്വാൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പോൾ സ്ഥലം എഴുതാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കണം. ആ നിങ്ങൾ പോയിട്ട് വാ, അത് അപ്പഴല്ലേ. മമ്മി എന്താ പരിപാടി? ഓ നീ വന്നോ? ഓ അവിടെ കോളേജ് അടച്ചു, ഒന്നും നോക്കിയില്ല, ഞാനിങ്ങ് പോന്നു. വിനയ, നീ ട്യൂഷന് പോകുന്നില്ലേ? അയ്യോ, ഞാനത് മറന്നു. അല്ല മനുഷ്യ, നിങ്ങൾ രാവിലെ ഇറങ്ങിയതാണല്ലോ. കടയിൽ നിന്ന് ചീട്ടും കളിച്ച് വന്നേക്കുന്ന സമയം. നിങ്ങൾ ആ പാലും കൊടുത്തേച്ച് പിണ്ണാക്കും വാങ്ങി വാ മനുഷ്യ. ഓ ശരി, പോയേക്കാവേ. ഓ മമ്മി, നിങ്ങൾ ഇപ്പോഴും ആ ഡാഡീനെ എല്ലാത്തിനും ഓടിക്കുമല്ലേ? ഹലോ ആടി, ഹലോ. ഹലോ, കിട്ടുന്നില്ലല്ലോ. ഹലോ, ആ സ്ഥലത്തിൻ്റെ കാര്യം എന്തായി? 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും. എല്ലാം ഓക്കെ അല്ലേ? സോണി നേരിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതെന്നെ വർത്തമാനാ നീ പറയുന്നത്? നിനക്കറിയാതെ നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ സ്ഥലം വാങ്ങിയത്? സോണി ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറ. മതി, നിർത്ത്. ഇപ്രാവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോണേ. നിന്റെ വീട്ടിലേക്ക് പെട്ടിയും തൂക്കിച്ചുള്ള വരവ് ഞാൻ നിർത്തി. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ മേല. ഹലോ, ദേ ഞാൻ വീട്ടിലെത്തി. നീ ഇതെവിടെയാ? ഞാൻ എന്റെ വീട്ടിലാ. ഞാൻ വരുന്ന കാര്യം നിന്നോട് പറഞ്ഞതല്ലേ? താക്കോലെവിടെ? മാറ്റിന്റെ അടിയിലുണ്ടാവും. ഇനിതാ ഞാൻ പറയാം. അതെ, വിജിമോൾ ഇവിടെയാ നിൽക്കുന്നത്. നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അതെങ്ങനെ ശരിയാകും? ഇതല്ലേ എൻ്റെ വീട്. ഞാൻ എന്തിനാ അങ്ങോട്ട് വരേണ്ടത്? ഫോൺ വിജിക്ക് കൊടുത്തേ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അതെ, അവൾക്കൊന്നും പറയാനില്ല. അവള് കുളിക്കാൻ പോയി. ഉഫ്. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അവളെ ഇന്ന് ഞാൻ എവിടെയവൾ? ഇത്രയും നാൾ ഞാൻ ഇവിടെ വന്നപ്പോഴേ നിങ്ങൾക്ക് ഞാൻ ചക്കരയും തേനും പാലുമായിരുന്നു. ഇപ്പോഴെന്തിനാ വിജിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടിൽ കയറി വന്നിട്ട് ഭീഷണിയൊന്നും വേണ്ട. അതൊക്കെ നിന്റെ വീട്ടിൽ വെച്ചോണം. ആഹാ, അത്രയ്ക്കായോ? വിജി, എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി നിങ്ങൾ സ്ഥലം എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ നീ എന്റെ വൈഫാ. വാടി എന്റെ കൂടെ. മോളെ, വാ മോളെ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവൾ ഇവിടെയല്ലേ ജീവിക്കേണ്ടത്? നിനക്ക് വേണമെങ്കിൽ അവിടെ വന്ന് താമസിക്കാം. ഞാനും വിജി ഇവിടൊക്കെ തന്നെയാ താമസിക്കത്തുള്ളൂ. നിങ്ങളിപ്പോ മമ്മി പറയുന്ന കേക്ക്. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു മനസ്സിലാക്കും. വാ മോളെ. നിങ്ങൾ എന്നെ നോക്കി നിൽക്കുന്നേ? പോയി വണ്ടി കയറ്. വിജി, നീ പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് മനസ്സിലാവും. ഓ പിന്നെ നീ ഇങ്ങോട്ട് വെച്ചോ.
എനിക്കാരുമില്ല. എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു. വിജി, നീ എൻ്റെ ഭാര്യയാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നമ്മുടെ സ്വപ്നം, നമ്മുടെ ജീവിതം. സോണി, എനിക്ക് എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് മാത്രമേ കേട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. വെറുതെ എന്നെ ഓർത്തിരിക്കണ്ട, ഞാൻ വരത്തില്ല. എന്നെ അങ്ങ് മറന്നേക്ക്, അതാ നല്ലത്. ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഇനി വിളിക്കരുത് പ്ലീസ്. അല്ല ചങ്ങാതി, ഈ ഒരു കാര്യത്തിനാണോ ഇത്ര ഫീൽ ചെയ്യുന്നേ? നിങ്ങളൊന്ന് ജീവിച്ച് കാണിക്കടോ. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടലുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ അതെല്ലാം മറന്ന് മുന്നോട്ട് ജീവിക്കണം എന്ന് തോന്നിയാൽ ആരുടെ ജീവിതത്തിലും നല്ലൊരു ഭാവി എത്തിപ്പിടിക്കുവാൻ സാധിക്കും.